നമ്മുടെ പ്ലാൻ എല്ലാം വർക്കൗട്ട് ആവും. ആവൂടാ അതവിടെ പോയി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. മൺസൂണല്ലേ വരണത്, മഴ ചതിക്കോ? നീ നിന്റെ കരുതാക്കത്ത് വളയ്ക്കാതെ പൊത്തിക്കൊണ്ടിരിക്കുമെന്ന്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വർഷം മഴ പെയ്യൂല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ നോക്ക്. ധാന്യവിളകൾക്ക് അത്ര അനുകൂലമായ ഒരു മഴ ഇക്കൊല്ലം ലഭിക്കില്ല. വനപർവ്വതങ്ങളിൽ കഴിഞ്ഞ വർഷം ലഭിച്ച പോലൊന്നും ഈ വർഷം മഴ ലഭിക്കില്ല. ഇനി വരാൻ പോകുന്നത് കൊടും വരൾച്ചയുടെ കാലമാണ്. പുറമേ നിന്ന് നോക്കുമ്പോ ജീവിതം എന്ത് കളറാ, പറഞ്ഞു കേൾക്കാൻ എന്ത് രസമുള്ള കഥയാ. ജനിച്ച നാളന്ന് മുതൽ കൂട്ടുകുഴി മടിയായ ശുക്രനാണേലും എഴുന്നേറ്റമില്ല ഞാൻ. കാലം എന്നെ അടിച്ചമർത്തി വലിച്ചു കൂട്ടി മലത്തി അടിച്ച് ചുഴട്ടി എറിഞ്ഞ് ഇടത് വലത് കാലത്ത് വൈകിട്ട് മറഞ്ഞ പുറഞ്ഞ പിടിച്ച് ചെവരി ചേർത്ത് ചരമ കുളത്തി പേര് ചേർത്ത് വെള്ളത്തിന്റെ ഒക്കെ വല്ല ആവശ്യത്തിനായിരിക്കൂടാ. അതിനിപ്പോ എന്തിപ്പോ പുഴയിലല്ലേ വാഴ അയക്കുന്ന പാവങ്ങള് അതിന്നൊരു ചെറിയ പഴം പോലും കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തില് കിടന്ന് അലറി കരയായിരിക്കുമല്ലേ. കൂടെ എന്ന് ചിരിക്കാതറാ. നമുക്ക് അവന്മാരെ വിളിച്ച് ആശ്വസിപ്പിച്ചാലേ. നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് ബക്കറ്റൊക്കെ അങ്ങ് പറയിക്കൊണ്ട് പോവാ. നമുക്ക് അവന്മാരെ വെള്ളം കോരി കളഞ്ഞാൽ അവന്മാരെ അങ്ങ് സന്തോഷിപ്പിക്കാം. എടാ അക്സെപ്റ്റ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടാ, അത് വിട്ടേക്ക്. ഇനി നമ്മുടെ കഥ. ഇനി നമ്മൾ എന്താ അവന്മാരെ കാണിച്ചു കൊടുക്കണം. ഇനിയാണ് നമ്മുടെ സമയം തുടങ്ങാൻ പോണേ. ആ പറഞ്ഞത് കറക്റ്റ്. 4 പഴംപൊരിയുടെ പോരെ ചേച്ചി. എന്റെ വെറൈറ്റി ഐഡിയ ഉണ്ട്. എന്താ? നമ്മൾ അബ്രോഡ് പോണം. എന്തിന്? ഫോർ എഡ്യൂക്കേഷൻ, പാർട്ട് ടൈം ജോബ്, തോട്ടം ചാട്ടൊക്കെ കമ്പനി എല്ലാം. സ്കിപ്പ് അടിക്കരുത്, ജീവിതമാണ് വിനായക്.